ഹരിത എന്ന കൂട്ടായ്മയെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. MSF വിദ്യാർത്ഥിനി വിഭാഗമായ ഹരിത വാർത്തകളിൽ നിറഞ്ഞു നിന്ന നാളുകളുണ്ടായിരുന്നു. അത് അധിക കാലമായിട്ടുമില്ല. നിലപാടുകളിലൂടെ ലീഗ് നേതൃത്വത്തെ തിരുത്താൻ ശ്രമിച്ച ഹരിതയുടെ നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി അടഞ്ഞെന്ന് ചിലരെങ്കിലും അക്കാലത്ത് വിധിയെഴുതി. എന്നാൽ അന്നത്തെ ഹരിത നേതാക്കൾ ഇന്നത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ്. പാർട്ടി അവരെയോ അവർ പാർട്ടിയെയോ കൈവിട്ടില്ല. നിശ്ചയദാർഢ്യത്തിനും നിലപാടിനുമുള്ള ഹരിത ശോഭയുള്ള അംഗീകാരമാണിത്. 2021 ജൂൺ 22 കോഴിക്കോട്ട് നടന്ന MSF സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് PK നവാസ് നടത്തിയ പരാമർശങ്ങളാണ് അന്നത്തെ ഹരിത വിവാദത്തിന് വഴിയൊരുക്കിയത്. നവാസിന്റെ മോശം പരാമർശങ്ങൾക്കെതിരെ വനിതാ കമ്മീഷൻ മുതൽ പോലീസ് സ്റ്റേഷനിൽ വരെ പരാതികളെത്തി. അനുനയത്തിന് ലീഗ് നേതൃത്വം തന്നെ രംഗത്തിറങ്ങിയെങ്കിലും ഹരിത നേതാക്കൾ നിലപാടിൽ ഉറച്ചു നിന്നതും ഇവർക്ക് ലീഗിന്റെ നടപടി നേരിടേണ്ടി വന്നതുമൊക്കെ ചരിത്രം. അന്നത്തെ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റെ പരാമർശങ്ങൾക്കെതിരെ സുധീരം നിലപാട് സ്വീകരിച്ചു എന്നതൊഴിച്ചാൽ അന്നും ഇന്നും ലീഗിനൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ് ഹരിത നേതാക്കൾ. ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോൾ അന്നത്തെ ഹരിത നേതാക്കളും കോണിയടയാളത്തിൽ ജനവിധി തേടാനുണ്ട്. ഫാത്തിമ തെഹ്ലിയ കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ ഡിവിഷനിലാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. UDFന് ഭരണം ലഭിക്കുകയും ഫാത്തിമ തെഹ്ലിയ ജയിക്കുകയും ചെയ്താൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറാകാനും സാധ്യതയുണ്ട്. പാർട്ടി നൽകിയത് വലിയ അംഗീകാരമെന്ന് ഫാത്തിമ തെഹ്ലിയ. പാർട്ടി ഞങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്കൊക്കെ അവസരം തരുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. യുവാക്കൾക്ക്, പെൺകുട്ടികൾക്ക് ഒക്കെ ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്നു ഈ കാലം അത്രയും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് യുവതീ-യുവാക്കൾ, ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ മത്സരിക്കുന്ന ഒരു സമയമാണിത്. നജ്മ തബ്ഷീറയ്ക്ക് ഇത് കന്നി അംഗമല്ല. മുൻപ് തിരൂർക്കാട് നിന്ന് ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ഇത്തവണ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വലംപുറം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. കലാലയ രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ കൂടെ കയറി വന്നവരെല്ലാവരും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ട്. അതും കുഴപ്പമില്ലാത്ത നല്ലൊരു ഓരോ ഇടങ്ങളിലാണ് പാർട്ടി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. മുഫീദ തെസ്നി വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് തരുവണയിൽ നിന്നാണ് ലീഗ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. പുതിയ രാഷ്ട്രീയം ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയമെന്ന് മുഫീദ. കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലായിട്ട് ഹരിതയുടെ വിവിധ ഭാരവാഹികളായിട്ടുള്ള ആളുകളും പെൺകുട്ടികളും ഒക്കെ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ യുവത്വത്തെ ചേർത്ത് പിടിക്കാനുള്ള തീരുമാനം ഇപ്പോൾ വയനാട് ജില്ലയിൽ മാത്രമാണെങ്കിൽ യൂത്ത് ലീഗിന്റെ തന്നെ ഒരുപാട് ഭാരവാഹികൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. ലീഗിനെ പിടിച്ചുലച്ച വിവാദകാലം ആ പാർട്ടിയും നേതാക്കളും മറന്നിരിക്കുന്നു. മാറ്റം ഉൾക്കൊള്ളുന്നവരും മികവ് അംഗീകരിക്കുന്നവരുമാകുന്നു ലീഗ് നേതൃത്വം. തദ്ദേശം കഴിഞ്ഞ് ഹരിത നേതാക്കൾ നിയമസഭയിലും പാർലമെന്റിലുമൊക്കെ എത്തുന്ന കാലം വിദൂരമല്ല. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.